Hi guys. So firstly ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തന്നെ ഇറ്റ്സ് ലൈക്ക് എ ഗ്രാറ്റിറ്റ്യൂഡ് ഫ്രം മൈ സൈഡ്. സൗണ്ട് ടെക് മീഡിയ എൻ്റെ ലൈഫിൽ ദേ ആർ ഡൂയിങ് മെനി ബിഗ് തിങ്സ്. സൗണ്ട് ടെക്കിൽ ജോയിൻ ചെയ്തത് എപ്പോഴും എനിക്കൊരു റൈറ്റ് ഡിസിഷൻ ആയിട്ട് തോന്നിയിട്ടുള്ളൂ. കാരണം ദർ വർ ലൈക്ക് മൾട്ടിപ്പിൾ ഡിഗ്രീസ് ദാറ്റ് ഐ ഡിഡ്. അപ്പോൾ അതിലെല്ലാത്തിലും ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് ഞാൻ എന്തിനാണ് ഇത് എടുത്തത്, ഹൗ വിൽ ദിസ് പെർട്ടിക്കുലർ ഡിഗ്രി ഹെൽപ്പ് ഇൻ മൈ ലൈഫ്, അപ്പോൾ അങ്ങനെ പല തോട്ട്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സൗണ്ട് ടെക്കിൽ ആ തോട്ട്സ് ഉണ്ടായിട്ടില്ല എന്നല്ല പറയുന്നത്, പക്ഷേ ആ ഫ്രീക്വൻസി ഭയങ്കര കുറവായിരുന്നു. ഞാൻ എല്ലാ ദിവസവും എനിക്ക് ഓക്കെ ഐ മെയ്ഡ് ദി റൈറ്റ് ഡിസിഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, എവറി ഡേ ഐ കുഡ് ലേൺ സംതിങ് വെരി ഫ്രഷ്. ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദി ബേസിക് തിങ്സ്. ഇപ്പം ഒരു ആർട്ടിസ്റ്റിനോട് എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കേൾക്കേണ്ടത് ആസ് എ മ്യൂസീഷ്യൻസ്, അല്ലെങ്കിൽ ഏതൊക്കെ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, എഞ്ചിനീയേഴ്സ് ആണെങ്കിലും മ്യൂസീഷ്യൻസ് ആണെങ്കിലും. അപ്പോൾ ഇവിടെ നമുക്കുണ്ടാകുന്ന ചേഞ്ചസ് ഈസ് ലൈക്ക് ഫസ്റ്റ് തിങ് പേഴ്സണലി നമ്മൾ ഒത്തിരി മാറും. എൻ്റെ കുറേ ഈഗോ ക്ലാഷസ് അല്ലെങ്കിൽ ഈഗോ ഇഷ്യൂസ് ഇവിടെ നിന്ന് മാറി എന്നല്ല, ബട്ട് ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ്. കാരണം ഐ ഹാവ് ബീൻ വിത്ത് മൾട്ടിപ്പിൾ ബാൻഡ്സ്. അപ്പം അവരുടെ കൂടെയൊക്കെ പെർഫോം ചെയ്ത് ഐ ഹാഡ് ലൈക്ക് സംതിങ് ഓക്കെ ദിസ് ഇസ് മ്യൂസിക്, ഇതൊക്കെയാണ് എൻ്റെ വർക്കിംഗ് സ്റ്റൈൽ. അപ്പം അങ്ങനെ കുറേ പ്രീസെറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതെല്ലാം ബ്രേക്കായി. അപ്പം അതിൻ്റെ കുറേ ടഫ് സൈഡ്സ് ഉണ്ടെങ്കിലും മേജർ ഔട്ട്പുട്ട് വരുമ്പോൾ ഐ വിൽ ഗെറ്റ് സംതിങ് വെരി ഗുഡ് ഔട്ട് ഓഫ് ദാറ്റ്. അപ്പം ഈവൻ നമ്മുടെ സോങ്സിനാണെങ്കിലും ദേ വിൽ ഹെൽപ്പ് വെരി മച്ച്. ഇപ്പം എനിക്ക് എൻ്റെ നീറുകൾ എന്ന് പറയുന്ന സോങ് ഇവിടെ നിന്നാണ് പ്രൊഡക്ഷൻ തുടങ്ങിയതും. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് സോങ് റിലീസ് ചെയ്തപ്പോൾ തന്നെ ഐ കുഡ് ഫീൽ ദാറ്റ് ആ ഒരു ഡിഫറൻസ് എനിക്ക് ഭയങ്കര മനസ്സിലായി. എൻ്റെ പണ്ടത്തെ പാട്ടുകളിൽ നിന്ന് ഇപ്പോഴത്തെ പാട്ടുകളും അതിൻ്റെ സൗണ്ടിങ് വൈസ് ഉള്ള ഡിഫറൻസ് പെട്ടെന്ന് എനിക്ക് ഈസിലി ക്യാച്ചബിൾ ആയിരുന്നു. അപ്പം വൈ സൗണ്ട് ടെക് മീഡിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് മോർ ദാൻ ഐ കുഡ് പുട്ട് ഇറ്റ് ഇൻ ടു വേർഡ്സ്. ഇപ്പം ഇറ്റ് ക്യാൻ എഫക്ട് ഇൻ എവറി വേ ആസ് എ പേഴ്സൺ, ആസ് എ മ്യൂസീഷ്യൻ. ഇവിടുത്തെ സെറ്റ് ഓഫ് സ്റ്റാൻഡ്സ് ഇപ്പോൾ കൂടെ മിക്സിംഗ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ദ റെഫറൻസസ് ദാറ്റ് ഈസ് ലൈക്ക് വെരി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. ഇപ്പം ഇവിടുത്തെ ഇന്ത്യൻ ജോണേഴ്സിനെ കാട്ടും ഗ്രാമി വിന്നേഴ്സ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ അവരുടെ വർക്ക്സ് ആണ് നമ്മൾ കേൾപ്പിക്കുക. ദാറ്റ്സ് ലൈക്ക് വെരി ന്യൂ. ഞാൻ അങ്ങനെ വെസ്റ്റേൺ പാട്ടുകൾ കേൾക്കുന്ന ആളല്ലായിരുന്നു. കൂടുതൽ എൻ്റെ ലിസണിങ് ആസ്പെക്ട് വളരാൻ വേണ്ടി മാത്രം ഞാനിങ്ങനെ എൻ്റെ ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് കുറേ കേൾക്കാനൊക്കെ തുടങ്ങി. അങ്ങനത്തെ കുറേ റെഫറൻസസ് ഒക്കെ കിട്ടിയത് സൗണ്ട് ടെക്കിൽ വന്നിട്ടാണ്. സ്റ്റിൽ എനിക്കത് കിട്ടുന്നുണ്ട്. ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒന്നും വെറുതെ അല്ല. ഇറ്റ്സ് ലൈക്ക് എവറിത്തിങ് മേക്ക് സെൻസ്. ചുമ്മാ ഒരു സിലബസ് ഇട്ടിട്ട് ഓക്കെ നിങ്ങൾ ഓഡിയോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു നിങ്ങൾക്ക് ഡിഗ്രി കിട്ടി പോവാം, അങ്ങനെയല്ല ഇവിടെ നടക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ തെറ്റുകൾ പോയിന്റ് ഔട്ട് ചെയ്യും ഫസ്റ്റ് തിങ്. അത് ഭയങ്കര ബ്രൂട്ടലായിരിക്കും, ബട്ട് ഇൻ ദ സെൻസ് നമുക്കത് ഇഷ്ടപ്പെടുന്നതിനെക്കാട്ടും നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാക്കിയുള്ളൂ. അപ്പം ഇഫ് യു വാണ്ട് ടു ലേൺ സംതിങ്, നിങ്ങൾക്ക് ഓഡിയോ എഞ്ചിനീയറിംഗ് നിങ്ങളുടെ പാഷൻ ആണെങ്കിൽ, ഈവൻ ഇഫ് യു വാണ്ട് ടു ബി എ ഗ്രേറ്റ് കമ്പോസർ, ദിസ് ഈസ് ദ ബെസ്റ്റ് പ്ലേസ്. ഇവിടെ മോർ ദാൻ മ്യൂസിക്, നമ്മുടെ ഉള്ള മ്യൂസിക് എങ്ങനെ ബെസ്റ്റായിട്ട് കൊണ്ടുവരാമെന്നാണ് ദി ആർ ടീച്ചിങ്. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് ചോയ്സ്.